ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഐസറിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. 2017 തൊട്ട് എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്ത് ഇൻ ഡെപ്ത് ആയിട്ടുള്ള അനാലിസിസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെ അതായത് ആ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 ബയോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.crisperlearning.com വരിക. അവിടെ നിങ്ങൾക്ക് ഫ്രീ ടെസ്റ്റുകൾ എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെയും ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് പേപ്പേഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോർട്ടലിൽ എത്തും. അവിടെ 2017 തൊട്ട് 25 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഞാനത് അറ്റംപ്റ്റ് എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഏതൊരു പരീക്ഷയും പോലെ ജനറൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇരുന്ന് വായിച്ചു നോക്കുക. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടണിലേക്ക് കൊടുക്കുക. അപ്പൊ നമ്മളുടെ എക്സാമിന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഐസറിന്റെ എക്സാമിന് ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ജൂൺ 7-ാം തീയതി പോകുന്ന സമയത്ത് 2026 ജൂൺ 7-ാം തീയതിയിലാണ് പരീക്ഷ നടക്കുന്നത്. ഈ ജൂൺ 7-ാം തീയതി നിങ്ങൾ കാണാൻ പോകുന്ന ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. നമ്മൾ എക്സാക്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഇന്റർഫേസ് മിമിക് ചെയ്തുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഫാക്ട് ക്രിസ്പർ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും സയൻസ്, അതായത് ഐസർ, IISc പോലെയുള്ള പ്രീമിയം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വിതൗട്ട് ഫർദർ എഡു നമുക്ക് ബയോളജി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബോട്ടണിയിൽ നിന്നാണ്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുവോളജിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തത് ഞാൻ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ ദ ബാക്ടീരിയൽ മോട്ടിലിറ്റി എന്നാണ് ചോദ്യം. ബാക്ടീരിയക്ക് മോട്ടിലിറ്റി കൊടുക്കുന്ന സ്ട്രക്ചർ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ബാക്ടീരിയന്റെ ബാക്കിൽ ഒരു വാലില്ലേ, ഇതല്ലേടാ മോട്ടിലിറ്റി കൊടുക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. ആ സ്ട്രക്ചറിന്റെ പേരിന്റെ മൂവ്മെന്റിന്റെ പേരെന്താ? നമ്മുടെ ഹ്യൂമൻ സ്പേമിന്റെ ഒക്കെ മൂവ്മെന്റിന് ഫ്ലജെല്ലാർ മൂവ്മെന്റ് എന്നാ പറയുക. കാരണം എന്താ? ഫ്ലജെല്ല എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ബാക്ടീരിയക്ക് മോട്ടിലിറ്റി കൊടുക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫ്ലജെല്ലയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇത് ചോദിച്ചിട്ടുള്ളത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമുക്ക് ടിഷ്യൂസ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ടായിരുന്നു. ആ ഭാഗം 2023 തൊട്ട് അങ്ങോട്ടേക്ക് NCERT നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സിലബസിലും ഇപ്പൊ അത് ഇല്ല. അപ്പൊ ആ ടിഷ്യൂസ് എന്ന് പറഞ്ഞ റീജിയൻ എന്നാണ് ഇപ്പോ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ 2025, 2026, 2027 ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, 2026 ഇനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല. പകരം നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫ്രോഗ് എന്ന് പറയുന്ന റീജിയൻ ആണ് പഠിക്കാനുള്ളത്. സോ ടിഷ്യൂവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ കീ പറയാൻ വേണ്ടി മാത്രം ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബ്ലഡ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഡസ് നോട്ട് സെക്രേറ്റ് കൊളാജൻ. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ടെൻഡൻ ആർ എ ടൈപ്പ് ഓഫ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് പറഞ്ഞത്. ഡെൻസ് ആയിട്ടുള്ള ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ അല്ല. അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന അഡിപ്പോസ് ടിഷ്യൂ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലൂയിഡ് അല്ല, സോളിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സലൈവ ഈസ് സെക്രീറ്റഡ് ബൈ ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. സലൈവ എന്ന് പറയുന്നത് എന്തല്ല, ഹോർമോൺ അല്ല, എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. സോ ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഞാൻ ഡെപ്തിലേക്ക് ഒന്നും പോയിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ ഒരു ECG തന്നിട്ടുണ്ട്. ECGയിൽ ആരൊക്കെയുള്ളത്? P എന്ന് പറയുന്ന ഒരു വേവ് ഉണ്ട്, QRS എന്ന് പറയുന്ന ഒരു വേവ് ഉണ്ട്, ആൻഡ് T എന്ന് പറയുന്ന ഒരു വേവും ഉണ്ട്. സോ ഇഫ് ദ AV നോഡ് ഈസ് നോട്ട് ഫങ്ഷണൽ, നമ്മൾ SA നോഡ് എന്ന് പറഞ്ഞ മെയിൻ നോഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴത്തായിട്ട് ആരുണ്ട്? AV നോഡ് ഉണ്ട്. അത് ഫങ്ഷണൽ അല്ല എങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ ചേഞ്ചസ് സീൻ ഇൻ ECG? അതായത് ഒരാളുടെ AV നോഡ് വർക്കായില്ല, അടിച്ചുപോയി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ECGയിൽ എന്ത് വ്യത്യാസമാണ് വരിക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് ഒരു ECGനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്? P വേവ് ഉണ്ടായിരിക്കും അല്ലെ. ഈ P വേവ്, ദിസ് ഈസ് ദ P വേവ്. ഈ P വേവ് എപ്പോഴാണ് ഉണ്ടാവുക?
ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, ഏട്രിയത്തിന് ഡീപോളറൈസേഷൻ വരുന്ന സമയത്താണ് ആരുണ്ടാവുന്നത്? ഏട്രിയൽ ഡീപോളറൈസേഷൻ കാരണമാണ് പി വേവ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കോംപ്ലക്സ് എന്ന് പറയുന്നത് ആരാണ്? പി വേവ് കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പ് കഴിഞ്ഞാൽ ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ്. ആരാണ്? ക്യു ആർ എസ്. ഈ ക്യു ആർ എസ് എന്ന് പറയുന്ന കോംപ്ലക്സ് എപ്പോഴാണ് ഫോം ചെയ്യുക എന്ന് ചോദിച്ചാൽ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷന്റെ സമയത്താണ്. വെൻട്രിക്കിൾസ് ആദ്യം ഏട്രിയം ഡീപോളറൈസ് ചെയ്യും, എന്നിട്ട് എസ് എ നോഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന സമയത്ത് ഏട്രിയം ഡീപോളറൈസ് ചെയ്യും. അത് എ വി നോഡിലേക്ക് എത്തും. എ വി നോഡിലേക്ക് എ വി ബണ്ടിൽ വഴി പർക്കിൻജി ഫൈബേഴ്സിലേക്ക് താഴത്തേക്ക് എത്തിയിട്ട് വെൻട്രിക്കിളിനെ അത് കൺട്രാക്ട് ചെയ്യിക്കും. ശരിയല്ലേ? അപ്പൊ ക്യു ആർ എസ് കോംപ്ലക്സ് ഓഫ് ഇ സി ജി ഉണ്ടാവുന്നത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷനിലാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു വേവ് ഉണ്ടാവും. അടുത്തൊരു വേവ് എന്ന് പറയുന്നത് എന്താണ്? ഈ വേവ് ആണ്. ഈ വേവിനെയാണ് നമ്മൾ ടി വേവ് എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ. സോ ഈ ടി വേവ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ടി വേവ് ഓഫ് എൻ ഇ സി ജി റെപ്രസെന്റ്സ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ശരിയല്ലേ? ഡീപോളറൈസ്ഡ് ആയിട്ടുള്ള വെൻട്രിക്കിള് വീണ്ടും എഗെയിൻ പോളറൈസ്ഡ് ആവും. അതിനാണ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹാർട്ടില് എപ്പോഴാണ് ഈ വേവ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മളുടെ ഹാർട്ട് 4 ചേംബറാണ്. ഇതാണ് റൈറ്റ് ഏട്രിയം, ഇതാണ് ലെഫ്റ്റ് ഏട്രിയം, ഇതാണ് റൈറ്റ് വെൻട്രിക്കിള്, ഇതാണ് ലെഫ്റ്റ് വെൻട്രിക്കിള്. ശരിയല്ലേ? ഇവിടെയാണ് നമ്മളുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന എസ് എ നോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഏട്രിയത്തിന്റെ ഈ ഭാഗത്താണ് എ വി നോഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ആരാണ് ജനറേറ്റ് ചെയ്യുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ജനറേറ്റഡ് ബൈ എസ് എ നോഡ്. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഏട്രിയം മൊത്തം സ്പ്രെഡ് ആവും. ഏട്രിയൽ ഡീപോളറൈസേഷൻ നടക്കും. അപ്പം എസ് എ നോഡിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുമ്പോഴാണ് ഏട്രിയൽ ഡീപോളറൈസേഷൻ നടക്കുന്നത്, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ പി വേവ്. ശരിയല്ലേ? ഇനി ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങോട്ടേക്ക് എത്തും? എ വി നോഡിലേക്ക് എത്തും. എ വി നോഡിലേക്ക് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തിയാൽ എ വി നോഡ് ആ ആക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ഡിലേ ചെയ്യും. എന്നിട്ട് എ വി നോഡ് എ വി ബണ്ടിൽ വഴി താഴത്തേക്ക് വരുന്നുണ്ട്, രണ്ടായിട്ട് പിരിയും. അതിനുശേഷം പർക്കിൻജി ഫൈബേഴ്സ് വഴി വെൻട്രിക്കിൾസിലേക്ക് ആ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തും. അപ്പം വെൻട്രിക്കിളിന് എന്ത് സംഭവിക്കും? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ സംഭവിക്കും. അതാണ് റെപ്രസെന്റഡ് ബൈ ക്യു ആർ എസ് കോംപ്ലക്സ്. ശരിയല്ലേ? അതിനുശേഷം വെൻട്രിക്കിള് ഡീപോളറൈസ്ഡ് ആയിട്ടിരിക്കുന്ന വെൻട്രിക്കിള് കുറച്ച് കഴിയുമ്പം ഈ ചാർജ് നേരെ റിവേഴ്സ് ചെയ്യും. ശരിയാണല്ലോ? അപ്പം നമ്മൾ പറയും വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ നടന്നു എന്ന് പറയും. ക്ലിയർ ആയിട്ട് മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് if the AV node is not functional, if the AV node is not functional, എന്താ സംഭവിക്കുക? ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മുടെ ഫേസ് മേക്കർ ആയിട്ടുള്ള എസ് എ നോഡ് ഉണ്ടാക്കി, അത് എ വി നോഡിലേക്ക് എത്തി. പക്ഷെ എ വി നോഡ് ഇപ്പൊ ഫങ്ഷണൽ അല്ല. എ വി നോഡിൽ നിന്നും താഴത്തേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ നടക്കില്ല. ശരിയല്ലേ? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഇ സി ജിയിൽ ക്യു ആർ എക്സ് കോംപ്ലക്സ് ഉണ്ടാവുക കുട്ടികളെ? ക്യു ആർ എസ് കോംപ്ലക്സ് ഉണ്ടാവില്ല. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് ആൻസർ ചെയ്തു നോക്കാം. പി വേവ് വിൽ സസ്റ്റെയിൻ ലോങ്ങർ വിത്ത് സ്മോളർ ആംപ്ലിറ്റ്യൂഡ്. The QRS complex will be absent. Option B is the answer. The T wave will sustain longer with smaller amplitude. The distance between P wave and QRS complex will be smaller. ഓക്കെ. അപ്പൊ നോൺ ഫങ്ഷണൽ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. ഇനി which among the following correctly represents the sequence of events for a normal polymerase chain reaction? അപ്പം പി സി ആർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ആദ്യം ഒരു പീസ് DNA ഉണ്ടായിരിക്കും. ശരിയല്ലേ?
ഈ പീസ് DNA നമ്മൾ ചൂടാക്കി ഏകദേശം 94 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയിട്ട് 2 സ്ട്രാൻഡുകളാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യും. And that process is called denaturation. This is the first step. This is called denaturation, separation of DNA strands. അതിനുശേഷം നമ്മൾ പ്രൈമർ ആഡ് ചെയ്യും. എന്താണ്? 2 എൻഡിലേക്കും പ്രൈമർ ആഡ് ചെയ്യും. എന്താണ് പ്രൈമർ എന്നൊക്കെ നമ്മൾ തിയറിയിൽ പഠിക്കുന്നതാണ്. എന്താണ്? ഒരു ഷോർട്ട് സിംഗിൾ സ്ട്രാൻഡഡ് DNA കോംപ്ലിമെന്ററി ടു ദ ഈ ഒരു റീജിയൻ, നമ്മളുടെ ടെംപ്ലേറ്റ് DNA-ലുള്ള നമ്മൾ ഇനീഷ്യൽ എടുത്ത DNA-ന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് DNA സ്ട്രാൻഡ്, സിംഗിൾ സ്ട്രാൻഡഡ് DNA-നെയാണ് നമ്മൾ പ്രൈമർ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? RNA അല്ല പ്രൈമർ, DNA ആണ് പ്രൈമർ എന്ന് പറയുന്നത്. And ആ adding of primer is called annealing. Annealing. Clear ആണല്ലോ? Annealing എന്നാണ് പറയുക. After annealing പിന്നെ ടാക്ക് പോളിമറൈസ് എൻസൈം ഉപയോഗിച്ചിട്ട് 5' to 3' ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് DNA സിന്തസൈസ് ചെയ്യും, പുതിയ DNA. ആൻഡ് സിമിലർലി ഇവിടെ നിന്ന് 5' to 3' എൻഡിലേക്ക് ഈ സ്ട്രാൻഡിന്റെയും പുതിയ DNA സിന്തസൈസ് ചെയ്യും. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. പുതിയ DNA സിന്തസൈസ് ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് എക്സ്റ്റൻഷൻ, പ്രൈമർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 3 സ്റ്റെപ്സ്. 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് പ്രൈമർ എക്സ്റ്റൻഷൻ. അപ്പൊ എന്താ ഉത്തരം വരിക? ഉത്തരം വിൽ ബി ഓപ്ഷൻ എ ആയിരിക്കും വരിക അല്ലെ? ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫോളോയിങ് പ്ലോട്ട്സ്, നമുക്ക് താഴെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് പ്ലോട്ട്സ് റെപ്രസെന്റ് ദ ബോഡി സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ബട്ടർഫ്ലൈ പോപ്പുലേഷൻ. ഡാഷ്ഡ് ലൈൻസ് റെപ്രസെന്റ്സ് ആൻസെസ്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ. ഡാഷ്ഡ് ലൈൻസ് കാണിക്കുന്നത് മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ ആണ്. After few generations, and continuous line represents the distribution after few generation. ഇപ്പോഴത്തെ കറന്റ് പോപ്പുലേഷനെ ഡാഷ്ഡ് അല്ലാത്ത ലൈന് കൊണ്ടും മുന്നേ ഉണ്ടായിരുന്ന പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡാഷ്ഡ് ലൈന് കൊണ്ടുമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇഫ് ദ ലാർജർ ഇൻഡിവിജ്വൽസ് ഹാവ് ബെറ്റർ സർവൈവൽ ആസ് വെൽ ആസ് ഹയർ റീപ്രൊഡക്റ്റീവ് റേറ്റ്, അതായത് ഡ്രോസോഫിലയിലെ വലിയ ആളുകൾക്ക് ബെറ്റർ സർവൈവൽ ഉണ്ട് ആൻഡ് ഹയർ റീപ്രൊഡക്റ്റീവ് റേറ്റ് ഉണ്ട്, അതായത് ഫിറ്റ്നസ് കൂടുതലാണ്. വിച്ച് ഡയഗ്രാം ബിലോ ബെസ്റ്റ് റെപ്രസെന്റ്സ് ദ എക്സ്പെക്ടഡ് ചേഞ്ച് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോഡി സൈസ്. X axis represents body size while Y axis represents the frequency. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഓപ്ഷൻ നോക്കുന്നതിന്റെ മുന്നേ അതിന്റെ ലോജിക്ക് പറയാം. ഇതുപോലെയുള്ള ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷന്റെ 3 ഡിഫറെന്റ് ഗ്രാഫുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഡയറക്റ്റീവ് സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ആൻഡ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. അതിനെ ബേസ് ചെയ്തിട്ട് എവല്യൂഷൻ എന്ന് വന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണിത് അല്ലേ? അത് നമ്മൾ ആ ഗ്രാഫിൽ എന്താണ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീനോടൈപ്പ് ആണ് എക്സ് ആക്സിസിൽ എടുക്കുക. ഇവിടെ എടുക്കുന്ന ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബോഡി സൈസ് ആണ്. ബോഡി സൈസ് ആണ്. അപ്പം ഈ ബോഡി സൈസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ചെറിയ ഡ്രോസോഫില ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, ഒരു മീഡിയം വലിപ്പമുള്ള ഡ്രോസോഫില ഇവിടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വലിയ ഡ്രോസോഫില റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇതാണ് ഒരു ബോഡി സൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ ബോഡി സൈസ് ഈസ് റെപ്രസെന്റഡ് ഇൻ എക്സ് ആക്സിസ്. ശരിയല്ലേ? ആൻഡ് ഇതാണ് ചെറിയ ബോഡി സൈസ് ഉള്ള ഡ്രോസോഫില, ഇതാണ് വലിയ മീഡിയം, ഇതാണ് ഏറ്റവും വലുത്. ഓക്കെ, ഇനി ഈ ചെറിയ ആളുകൾ എത്ര എണ്ണമുണ്ട് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് വൈ ആക്സിസിലാണ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ നോക്ക്, ചെറിയ ആൾ ഒരെണ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഫ്രീക്വൻസി, ഇതാ ഇവിടെ ആയിരിക്കും. വലിയ ആള്, മീഡിയം സൈസുള്ള ആള് ഏറ്റവും കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 എണ്ണം ഉണ്ട് എങ്കിൽ ഇവിടെ ആയിരിക്കും പോയിന്റ് ഉണ്ടാവുക. ശരിയല്ലേ? ഏറ്റവും വലിയ ആള് കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇവരുടെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഒറിജിനൽ പോപ്പുലേഷന്റെ ഗ്രാഫ് എന്നുള്ളത് വെച്ചോ. ഓക്കെ, ഇനി ജനറലി ഇതുപോലുള്ള പോപ്പുലേഷനിൽ ഇനീഷ്യൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? ഇതുപോലെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഡാഷ്ഡ് ലൈൻ റെപ്രസെന്റ്സ് ഒറിജിനൽ പോപ്പുലേഷൻ, മുന്നേ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇനി എന്താ ചോദിച്ചത്? ഇഫ് ദ ലാർജർ ഇൻഡിവിജ്വൽസ് ഹാവ് ബെറ്റർ സർവൈവൽ. ആർക്കാണ് ബെറ്റർ സർവൈവലിനുള്ള ചാൻസ്? ലാർജർ ഇൻഡിവിജ്വൽസിനാണ്. അപ്പം സ്മോളർ ഇൻഡിവിജ്വൽസിന് എന്തായിരിക്കും? ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. ആൻഡ് മീഡിയത്തിനും
അഡ്വാൻറ്റേജ് അത്ര കാര്യമായിട്ട് ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണ് എങ്കിൽ ഇവരുടെ ലാർജർ ആയിട്ടുള്ള ആളുകളുടെ ഫ്രീക്വൻസി കൂടുതലാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആഫ്റ്റർ ആ നാച്ചുറൽ സെലക്ഷൻ ലാർജർ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നുണ്ടായിരിക്കും. ശരിയല്ലേ? ആൻഡ് ബോഡി സൈസ് മീഡിയം ആയിട്ടുള്ള ആളുകളുടെ കൂടുന്നുണ്ടായിരിക്കും. പക്ഷേ ബോഡി സൈസ് ഭയങ്കര കുറവുള്ള ആളെ അത് പ്രതികൂലമായി കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ആഫ്റ്റർ നാച്ചുറൽ സെലക്ഷൻ ഈ ഒരു സെലക്ഷൻ ഹാപ്പൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫ്രീക്വൻസി കൂടും. ഇവരുടെ ഫ്രീക്വൻസി കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരില്ല, എന്നാലും ചെറുതായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ കുറയും ചെയ്യും. കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഇവിടെ വരൂല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കുറച്ച് കുറയാനും കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം അതിനെ കൂടുന്നോ കുറയുന്നോ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് മനസ്സിലാക്കാനാണ് നമുക്ക് സാധിക്കുക? ഇവിടെ ഇവിടെ എന്താ പറയാ, ചെറിയ ബോഡി സൈസ് ഉള്ള ആളുകളെ എണ്ണം കൂടിയിട്ടുണ്ടായിരിക്കും, കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ശരിയല്ലേ? ചെറിയ ബോഡി സൈസ് ഉള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടാണ് ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ അടുത്ത തലമുറയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാല് ചെറിയ ആളുടെ എണ്ണം കൂടി. ഇനി ഞാൻ ന്യൂ ആയിട്ടുള്ള പോപ്പുലേഷനാണ് വരയ്ക്കുന്നത്. ചെറിയ ആളുടെ എണ്ണം കുറഞ്ഞു ആൻഡ് വലിയ ആളുകളുടെ എണ്ണം കൂടി. ഇതുപോലത്തെ ഒരു പ്ലോട്ട് നമുക്ക് കാണാൻ സാധിക്കും. And this type of natural selection is called directional selection. Directional selection. അപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡാഷ്ഡ് ലൈൻ ആണ് ഇവിടെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ന്യൂ പോപ്പുലേഷൻ ഇങ്ങനെ കാണിച്ചാലും കുഴപ്പം ഇല്ല. ശരിയല്ലേ? അപ്പൊ ഇതാണ് ടിപ്പിക്കലി നമ്മൾ തിയറി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നേ ഡയറക്ഷണൽ സെലക്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രാഫ് അനലൈസ് ചെയ്യാം, ഉത്തരത്തിലേക്ക് വരാം. അപ്പം ഈ ഒരു ഗ്രാഫ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനീഷ്യൽ പോപ്പുലേഷൻ ഇതായിരുന്നു ആൻഡ് പുതിയ പോപ്പുലേഷൻ ഒരു ഡയറക്ഷനിലേക്ക് റൈറ്റ് സൈഡിലേക്ക്, ഇതാണ് ബോഡി സൈസ് എന്ന് പറയുന്നത്, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഓപ്ഷൻ എ ആണ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ശരിയല്ലേ? സോ ഓപ്ഷൻ എ വിൽ ബി ദ ആൻസർ. ബി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീപ്പർ ആവുക ചെയ്ത്. എപ്പോഴാണ് സ്റ്റീപ്പർ ആവുക? മീഡിയം സൈസുള്ള ഡ്രോസോഫിലേക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നത് പോലെയുള്ള സെലക്ഷൻ നടക്കുമ്പോൾ. ഇനി ഇത് ഇനീഷ്യൽ പോപ്പുലേഷൻ സി, ഞാൻ എ എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റാണ് അല്ലെ? ഞാനത് ക്ലിയർ റെസ്പോൺസ് കൊടുക്കട്ടെ. കാരണം ഇനീഷ്യൽ പോപ്പുലേഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ഡോട്ടഡ് ലൈൻ എന്നാ പറഞ്ഞത്. ശരിയല്ലേ? ന്യൂ പോപ്പുലേഷൻ ആണ് സോളിഡ് ലൈൻ കൊണ്ട്. അപ്പൊ നോക്കടാ, അപ്പോ ഇവിടെ ഇടത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. ശരിയല്ലേ? ഇടത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എ അല്ല, വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തത് ഏതാ? വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് സി ആണ്. സി ആണ് ന്യൂ പോപ്പുലേഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. ഇത് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ആണ് ഡി കാണിക്കുന്നത്. ബി കാണിക്കുന്നത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ്. ഡയറക്ഷണൽ സെലക്ഷൻ ആണ് എയും സിയും കാണിക്കുന്നത്. അത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് എ കാണിക്കുന്നത്. റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. റൈറ്റിലോട്ടല്ലേ ഷിഫ്റ്റ് ചെയ്യുന്നത്? യെസ്. സോ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാൻ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെഡിഗ്രി എന്നാണ്. ജെനറ്റിക്സ് 1 നിന്നും പെഡിഗ്രി തന്നിട്ട് ഗിവൻ പെഡിഗ്രി ഏത് ടൈപ്പ് ഡിസോർഡറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ദ ഡയഗ്രാം ബിലോ റെപ്രസെന്റ്സ് ദ പെഡിഗ്രി ഓഫ് എ സർട്ടൈൻ ജെനറ്റിക് ഡിസീസ്. അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആർ ഷെയ്ഡഡ് നോർമലി. അല്ലെ? വാട്ട് ഈസ് ദ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എ ജീൻ റെസ്പോൺസിബിൾ ഫോർ ദീസ് ഡിസീസ്? ഇത് നമ്മളെ ഒരു ടിപ്പിക്കൽ പെഡിഗ്രി അല്ല. ചോദ്യം 2019 അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. വളരെ ലോജിക്കലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു പെഡിഗ്രിയാണ്. കാരണം നമുക്കിത് പഠിക്കാനുള്ള സിലബസിലുള്ള ഒരു കാര്യമേ അല്ലാതെ പോലെ നമുക്ക് തോന്നും. പക്ഷെ ലോജിക്കലി നമുക്ക് ആലോചിച്ചാൽ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേക തരം പാറ്റേണിൽ വന്ന ഈ പെഡിഗ്രിന്റെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്ക്. ഈ ഒരു ഫാമിലിയിലെ നിങ്ങൾക്ക് അച്ഛനുണ്ട്, അച്ഛൻ അസുഖമില്ല, അമ്മയ്ക്ക് അസുഖമുണ്ട്. ഓക്കെ, അമ്മ അസുഖം എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് അസുഖമുണ്ട്, അമ്മ എല്ലാ കുട്ടികൾക്കും അസുഖം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി പോലും അമ്മേന്റെ അടുത്ത് അസുഖം കിട്ടാതെ രക്ഷപ്പെട്ടിട്ടില്ല. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഇനി ഈ അമ്മയ്ക്ക് ഉണ്ടായ പെൺകുട്ടിയില് മൂന്നാമത്തെ കുട്ടിയായിട്ടുള്ള ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു. ആ പെൺകുട്ടിയും ഇപ്പൊ അമ്മയായല്ലോ. ഓക്കെ, ഈ പെൺകുട്ടി ആ കുട്ടിക്ക് ഉണ്ടായ 2 കുട്ടികൾക്കും അസുഖം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി
ആ അസുഖം കിട്ടിയ ആൺകുട്ടി കല്യാണം കഴിച്ചപ്പം കുട്ടികളിലേക്ക് അസുഖം പോയിട്ടില്ല. നിങ്ങൾ ഈ മൗസിന്റെ കഴ്സർ നോക്കുക കേട്ടോ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിക്കുക. കല്യാണം കഴിച്ച് ഈ അസുഖമുള്ള ആൺകുട്ടി കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാക്കിയ സമയത്ത് ആൺകുട്ടിക്ക് അസുഖം കൈമാറ്റം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, പക്ഷേ ഈ അസുഖം ഉണ്ടായ പെൺകുട്ടി കല്യാണം കഴിച്ചപ്പം എല്ലാവർക്കും അസുഖം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പെഡിഗ്രീന്റെ പ്രത്യേകത, ഈ പെഡിഗ്രിയിൽ അമ്മയ്ക്ക് അസുഖമുണ്ടെങ്കിൽ അമ്മ എല്ലാവർക്കും അസുഖം കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്കറിയാം, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഓവം ഫെർട്ടിലൈസ് ചെയ്യാണ്. ഒരു ഓവം, ദിസ് ഈസ് വൺ ഓവം, ആൻഡ് ഇത് ഫെർട്ടിലൈസ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? സ്പേമുമായിട്ടാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ സ്പേം. ഓക്കെ, എന്നിട്ട് ഇവര് ഫെർട്ടിലൈസ് ചെയ്ത് ഉണ്ടാവുന്ന സെൽ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് സൈഗോട്ട്. ശരിയല്ലേ? ഇതാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, എഗ് എന്ന് പറയുന്നത് 23 ക്രോമസോം ആയിരിക്കും, സ്പേമിനും 23 ക്രോമസോം ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് ഫോംഡ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത് സൈഗോട്ട് ആയിരിക്കും. ആൻഡ് സൈഗോട്ട് വിൽ ഹാവ് 46 ക്രോമസോംസ്. ശരിയല്ലേ? ഓക്കെ, നോക്കടാ, ഈ സൈഗോട്ട് ഫോം ചെയ്യുമ്പോഴേ ഈ സൈഗോട്ടിന്റെ സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, സൈഗോട്ടിന്റെ സൈറ്റോപ്ലാസം ആണ് ഞാൻ ഇവിടെ കാണിച്ചത് അല്ലേ? സൈഗോട്ടിന്റെ സൈറ്റോപ്ലാസം. ഈ സൈഗോട്ടിന്റെ സൈറ്റോപ്ലാസം സ്പേമിന്റെ സൈറ്റോപ്ലാസം ആയിരിക്കോ അതോ ഈ ഓവത്തിന്റെ സൈറ്റോപ്ലാസം ആയിരിക്കോ സൈഗോട്ടിന് കിട്ടുക? സൈറ്റോപ്ലാസം ഓഫ് സ്പേം ഈസ് ഹൈലി കണ്ടൻസ്ഡ്. പ്രത്യേകിച്ച് സൈറ്റോപ്ലാസം ഒന്നും ഇയാളുടെ അടുത്തില്ല. സൈറ്റോപ്ലാസം ഓഫ് ദ എഗ് തന്നെയായിരിക്കും സൈറ്റോപ്ലാസം ഓഫ് ദ സൈഗോട്ട്. സൈറ്റോപ്ലാസം, എഗിന്റെ സൈറ്റോപ്ലാസം ആണ് എങ്ങോട്ടേക്ക് എത്തുന്നത്? സൈഗോട്ടിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാവുന്ന മൈറ്റോകോൺട്രിയ എല്ലാം തന്നെ സൈഗോട്ടിന്റെ മൈറ്റോകോൺട്രിയ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ സൈഗോട്ടിന് കിട്ടുന്ന മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം, സൈഗോട്ടിന്റെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ആരുടെ സൈറ്റോപ്ലാസം ആയിരിക്കും? എഗിന്റെ സൈറ്റോപ്ലാസം ആയിരിക്കും. സൈഗോട്ടിന്റെ അകത്തുള്ള മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ആരുടെ മൈറ്റോകോൺട്രിയ ആയിരിക്കും? മദറിന്റെ മൈറ്റോകോൺട്രിയ ആയിരിക്കും. ശരിയല്ലേടാ? അപ്പൊ ഈ മൈറ്റോകോൺട്രിയന്റെ അകത്തുള്ള ഒരു DNA ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. മൈറ്റോകോൺട്രിയന്റെ അകത്തുള്ള DNA-നെയാണ് mDNA അഥവാ മൈറ്റോകോൺട്രിയൽ DNA എന്ന് പറയുക. ഓക്കെ, എടാ, നമ്മൾ ഇപ്പൊ കണ്ട പെഡിഗ്രിയിൽ ഉണ്ടല്ലോ, ഈ ടൈപ്പ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണുള്ളത്. നോക്ക്, ഈ മൈറ്റോകോൺട്രിയൽ DNA-ല് അസുഖം വരുന്നതായിട്ട്, ഈ മൈറ്റോകോൺട്രിയൽ DNA-ല് എന്തെങ്കിലും ജീൻ ഡിഫക്റ്റീവ് ആവുന്നത് വഴി അസുഖം വരുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. മനസ്സിലായോ? കാരണം എന്താ? അസുഖം അമ്മയ്ക്ക്, ഇതല്ലേ അമ്മ, അമ്മയുടെ സെല്ലാണല്ലോ ഈ എഗ് എന്ന് പറയുന്നത്. അമ്മയ്ക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീന് മൈറ്റോകോൺട്രിയൽ DNA-ല് ഉണ്ട്. അത് എല്ലാ കുട്ടികളും സൈഗോട്ട് ആവുമ്പോ അമ്മയുടെ മൈറ്റോകോൺട്രിയൽ DNA ആണ് അടുത്ത തലമുറയിലേക്ക് പോകുന്നത്. അപ്പൊ അമ്മയിൽ നിന്നും എല്ലാവർക്കും അസുഖം കിട്ടും. അച്ഛനിൽ നിന്നും അസുഖം കുട്ടികൾക്ക് കൊടുക്കാനും കഴിയില്ല. ആ ടിപ്പിക്കൽ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ തന്നത്. അമ്മയിൽ നിന്നും എല്ലാവർക്കും അസുഖം കിട്ടും. ഇനി ഒരാൾക്ക് പോലും അമ്മയിൽ നിന്നും അസുഖം സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. അതൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മയിൽ നിന്നുമാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. ഇവിടെ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. മനസ്സിലായോ? അപ്പം അമ്മയിൽ നിന്നും എല്ലാവർക്കും അസുഖം കിട്ടും. ആൻഡ് അച്ഛനിൽ നിന്നും അസുഖം കൊടുക്കാനും കഴിയില്ല. ആ അസുഖമാണ് എന്ത് അസുഖം എന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയൽ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഈക്കോളൈ ഹൂസ് DNA is fully labeled by N15 nitrogen, heavier nitrogen വെച്ചിട്ടുള്ളത്, is grown in the medium N14 ammonium chloride. What will be the percentage of hybrid? ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാൻഡ് ഹെവിയും ഒരു സ്ട്രാൻഡ് ലൈറ്റ് നൈട്രജനും ആണ്. ആൻഡ് രണ്ട് സ്ട്രാൻഡും ലൈറ്റ് നൈട്രജൻ വരുന്നതിനെ ലൈറ്റ് എന്ന് വിളിച്ചു അല്ലേ? നമ്മളെ എക്സ്പെരിമെന്റ് ഇത് പഠിച്ചതാണ്, ശരിയല്ലേ? യെസ്. എന്താണ് ഈ എക്സ്പെരിമെന്റിന്റെ പേര്? മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെന്റിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, ഇനി DNA മോളിക്യൂൾ അറ്റ് ദ എൻഡ് ഓഫ് 80 minutes എന്നാണ് ചോദിച്ചത്. 80 മിനിറ്റ് കഴിയുമ്പം എത്ര ആളുകൾ ഹൈബ്രിഡ് ഉണ്ടായിരിക്കും, എത്ര ആളുകൾ ലൈറ്റ് ഉണ്ടായിരിക്കും എന്ന് ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ,
അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന DNA നോക്ക്, N15 കൊണ്ടുള്ള DNA, N15 കൊണ്ടുള്ള ഹെവി DNA ഞാൻ എങ്ങനെയാ വരയ്ക്കുന്നത്? ഇതാ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി N14 ഞാൻ ഇവിടെ റെഡ് കളറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞത്? ആദ്യം N15 ഉള്ള DNA ഈക്കോളൈ എവിടെ ഗ്രോ ചെയ്തു? ആദ്യം നമ്മൾ എടുത്തു, എന്നിട്ട് N14 ഗ്രോ ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാല്, ദാ ഇങ്ങനെ ഒരു ഈക്കോളൈ എടുത്തു. ഈ ഈക്കോളൈനെ എവിടെ ഗ്രോ ചെയ്തു? N14 വരുന്ന അമോണിയം ക്ലോറൈഡിൽ ഗ്രോ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 20 മിനിറ്റ്സ് 20 മിനിറ്റ് കഴിയുമ്പോൾ, കാരണം 20 മിനിറ്റിലാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുക. 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഈക്കോളൈ എന്താവും? രണ്ടായിട്ട് മാറും. അതിന് DNA റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെയാ റെപ്ലിക്കേഷൻ നടക്കുന്നത്? സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ എക്സ്പെരിമെന്റിന് ശേഷമാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇനി പുതിയ സ്ട്രാൻഡ് ഓഫ് DNA, ഈ സ്ട്രാൻഡിന്, ഒറിജിനൽ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിക്കൊണ്ട് പുതിയ സ്ട്രാൻഡ് ഓഫ് DNA സിന്തസൈസ് ചെയ്യും. DNA സിന്തസൈസ് ചെയ്യാൻ DNAയിൽ നൈട്രജൻ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള, ഈ പുതിയ മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺലി നൈട്രജൻ സോഴ്സസ് ലൈറ്റർ ആയിട്ടുള്ള നൈട്രജൻ ആണ്. അപ്പോൾ പുതിയ DNA സിന്തസൈസ് ചെയ്യുക. ഇതാണ് പഴയ DNA. പഴയ DNAന്റെ സ്ട്രാൻഡ് എന്ന് പറയുന്നത് N15 ആയിരിക്കും ഉണ്ടായിരിക്കുക. ശരിയല്ലേ? യെസ്. പുതിയ സ്ട്രാൻഡ് വിൽ ബി സിന്തസൈസ്ഡ് വിത്ത് N14 ആയിരിക്കും. ശരിയല്ലേടാ? N14 ആയിരിക്കും. അപ്പോ ആഫ്റ്റർ 20 മിനിറ്റ്സ് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 2 ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ട്രാൻഡുകളാണ്. അപ്പൊ അതിനെ നമ്മൾ N15 N14 ഹൈബ്രിഡ് എന്നാണ് വിളിക്കുക. അപ്പൊ ആഫ്റ്റർ 1 ജനറേഷൻ 2 ഹൈബ്രിഡ് ആണ് കിട്ടുക. ഓക്കെ, ഇനി ആഫ്റ്റർ 2 ജനറേഷൻ, അതായത് 40 മിനിറ്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, അഡീഷണൽ ആയിട്ട് ഒരു 20 മിനിറ്റും കൂടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ദാ ഇയാളെ ഞാൻ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാൻ പോവുകയാണ്. ദാ ആഫ്റ്റർ 20 മിനിറ്റ്സ് ഈ ആള് റെപ്ലിക്കേറ്റ് ചെയ്യും, 2 ആയി മാറും. ആൻഡ് ഇയാളും അറ്റ് ദ സെയിം ടൈം റെപ്ലിക്കേറ്റ് ചെയ്യും, 2 ആയിട്ട് മാറും. ഇയാൾ എങ്ങനെയാ റെപ്ലിക്കേറ്റ് ചെയ്യുക? ഇയാളുടെ ഒരു സ്ട്രാൻഡ് അതേപോലെ കണ്ടിന്യൂ ചെയ്യും, ശരിയല്ലേ? ആൻഡ് ഒരു സ്ട്രാൻഡ് അതേപോലെ കണ്ടിന്യൂ ചെയ്യും, ശരിയല്ലേ? അതിന് കോംപ്ലിമെന്ററി ആയിട്ട് പുതിയ DNA ഉണ്ടാവും. പുതിയ സിന്തസൈസ് ചെയ്യുന്ന DNA എന്ന് പറയുന്നത് എന്തായിരിക്കും? N14 ഉള്ള ആളായിരിക്കും. ശരിയല്ലേടാ? അപ്പം ഇതുപോലെ ആയിരിക്കില്ലേ ഉണ്ടാവുക ഇയാൾ റെപ്ലിക്കേറ്റ് ചെയ്താല്? യെസ് ഓർ നോ? യെസ്. അപ്പം ഒരാൾ എന്ന് പറയുന്നത് N15 ഉള്ള ഇനീഷ്യൽ ആയിട്ടുള്ള ആളായിരിക്കും. ആൻഡ് പുതിയത് എന്ന് പറഞ്ഞാൽ N14 ലൈറ്റ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഒരാൾ എന്ന് പറയുന്നത് N15 ആയിരിക്കും, N14 ആയിരിക്കും. ആൻഡ് ഇയാളും N14 ആയിരിക്കും. ശരിയല്ലേ? യെസ്. അപ്പൊ ഇതേപോലെ തന്നെ അല്ലേടാ ഇയാളും റെപ്ലിക്കേറ്റ് ചെയ്താൽ ഉണ്ടാവുക? ഇയാളും 2 ആയിട്ട് മാറുക അല്ലേടാ ചെയ്യാ? യെസ്, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആഫ്റ്റർ 2 ജനറേഷൻ 40 മിനിറ്റ് കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? 2 ഹൈബ്രിഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് 2 ലൈറ്റ് DNA ആയിരിക്കും ഉണ്ടാവുക. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനം N14 N15, ഈ സാധനത്തിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞാല്? N14 N14 DNA. ഇതാ ഇയാളായിരിക്കും. മനസ്സിലായോ? ഇനി 3 ജനറേഷൻ കഴിഞ്ഞാലോ? 60 മിനിറ്റ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 3 ജനറേഷൻ കഴിയും. അപ്പം ഇയാളിൽ നിന്നും ഒരു ലൈറ്റും ഒരു ഹൈബ്രിഡും ഉണ്ടാവും. ഇയാളിൽ നിന്നും 2 ലൈറ്റ് ഉണ്ടായിരിക്കും. ഇയാളിൽ നിന്നും ഒരു ലൈറ്റും ഒരു ഹൈബ്രിഡ് ഉണ്ടായിരിക്കും. ഇയാളിൽ നിന്നും 2 ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പം ആഫ്റ്റർ 60 മിനിറ്റ് 3 ജനറേഷൻ കഴിയുമ്പം ടോട്ടൽ എത്ര DNA ഉണ്ടാവും? 2�3 DNA. 8 DNA ടോട്ടൽ ഉണ്ടാവും. ആ 8 എണ്ണത്തില് 6 എണ്ണം എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആയിരിക്കും. 6 എണ്ണം എന്ന് പറയുന്നത് ലൈറ്റ് ആയിരിക്കും. 6 എണ്ണം എന്ന് പറയുന്നത് ലൈറ്റ് ആയിരിക്കും. 2 എണ്ണം എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആയിരിക്കും. മനസ്സിലായോ? ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ആഫ്റ്റർ 80 മിനിറ്റ്സ് നമുക്ക് എത്ര ജനറേഷൻ ഉണ്ടാവും? 20 20 20 20 4 ജനറേഷൻ. അപ്പൊ ടോട്ടൽ DNA എന്ന് പറയുന്നത് 2⁴ ആണ്. 2⁴ എന്ന് പറഞ്ഞാൽ എത്രയാ?
16 DNA. ഈ 16 എണ്ണത്തില് 2 എണ്ണം എപ്പോഴും ഹൈബ്രിഡ് ഉണ്ടായിരിക്കുക. 2 എണ്ണം ആയിരിക്കും എപ്പോഴും ഹൈബ്രിഡ് ഉണ്ടായിരിക്കുക. ബാക്കി 14 എണ്ണം ലൈറ്റ് ആയിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായോ? അടിപൊളിയായിട്ട് മനസ്സിലായോ? സോ ഒന്നാമത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2:1. എത്ര ടോട്ടൽ DNA എത്ര ഉണ്ടാവും? ടോട്ടൽ DNA എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടായിരിക്കും? ആൻഡ് ഹൈബ്രിഡ് എത്ര എണ്ണം ഉണ്ടായിരിക്കും? ലൈറ്റ് DNA എത്ര എണ്ണം ഉണ്ടായിരിക്കും എന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ജനറേഷൻ 1 ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് ജനറേഷൻ. അപ്പൊ ടോട്ടൽ DNA എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതിൽ ഹൈബ്രിഡ് 2 ആയിരിക്കും, ലൈറ്റ് എന്ന് പറയുന്നത് 0. ശരിയല്ലേ? ഹൈബ്രിഡ് 2, ലൈറ്റ് 0. ഇനി സെക്കൻഡ് ജനറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ജനറേഷൻ വിൽ ബി 2:2. ഇതാണ് സെക്കൻഡ് ജനറേഷൻ. ഇതാണ് റെപ്രസെന്റ്സ് ജനറേഷൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് DNA വിൽ ബി 4. അതിൽ ഹൈബ്രിഡ് വിൽ ബി 2. അപ്പൊ 4 എണ്ണത്തിൽ 2 എണ്ണം ഹൈബ്രിഡ് ആണെങ്കിൽ റിമൈനിങ് 2 വിൽ ബി ലൈറ്റ് DNA. അതല്ലേടാ ആഫ്റ്റർ 2 ജനറേഷൻ 2 എണ്ണം എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആയിരിക്കും, 2 എണ്ണം എന്ന് പറയുന്നത് ലൈറ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇനി ജനറലൈസ് ചെയ്ത് നോക്ക്. ഇനി തേർഡ് ജനറേഷൻ ആവുമ്പോഴോ 2:3 8 DNA ടോട്ടൽ ഉണ്ടായിരിക്കും. 8 എണ്ണത്തിൽ 2 എണ്ണം ആയിരിക്കും എപ്പോഴും ഹൈബ്രിഡ്. ആ ഹൈബ്രിഡ് മൈനസ് ടോട്ടൽ 6 എണ്ണം ആയിരിക്കും ലൈറ്റ്. 2:4 എന്ന് പറയുന്നത് 16 ആയിരിക്കും ഫോർത്ത് ജനറേഷനിൽ. 2 എണ്ണം ഹൈബ്രിഡ് ആൻഡ് ബാക്കി 14 എണ്ണം ലൈറ്റ്. ഇനി വെറുതെ ഓവർ ആക്കാൻ വേണ്ടിയിട്ട് 5 ജനറേഷൻ കഴിയുകയാണെങ്കിൽ 32 DNA ഉണ്ടായിരിക്കും. ഹൈബ്രിഡ് എന്ന് പറയുന്നത് 2 ആയിരിക്കും ആൻഡ് ബാക്കി 30 എണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കുക. മനസ്സിലായോ? യെസ്. അപ്പം ഇങ്ങനെ ഒരു ലോജിക്ക്, ഞാൻ ഇതിന് ഫോർമുല ഒന്നും തരുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. അപ്പൊ ആഫ്റ്റർ n ജനറേഷൻ 2:n ടോട്ടൽ DNA ഉണ്ടാവും. ഓൾവേസ് ഹൈബ്രിഡ് 2 ആയിരിക്കും. ബാക്കി 2:n-2 ആയിരിക്കും ആര്? ലൈറ്റ് DNA എന്ന് പറയുന്നത്. ഇവിടെ ഹെവി DNA എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഹൈബ്രിഡിന്റെ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ക്ലിയർ? സോ നമ്മളോട് ഈ ചോദ്യത്തിൽ ചോദിച്ചത് ആരെയാണ്? നമ്മളോട് ചോദിച്ചത് ആഫ്റ്റർ 80 മിനിറ്റ്സ് ആണ്. 80 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 ജനറേഷൻ. 4 ജനറേഷൻ എന്ന് പറയുമ്പം ആരാണ് ഉണ്ടാവുക? ദാ ഇയാള്. രണ്ട് ഹൈബ്രിഡ് ഉണ്ടായിരിക്കും, 14 ലൈറ്റും ഉണ്ടായിരിക്കും. സോ ഔട്ട് ഓഫ് ടോട്ടൽ 16 2 out of 16 into 100% will be hybrid. ശരിയല്ലേ? പെർസെൻറ്റേജിലല്ലേ നമ്മളോട് ചോദിച്ചത്. 14 out of 16 into 100% will be ലൈറ്റ് DNA ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഈ പറയുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് വിൽ ബി 12.5% and this will be remaining 87.5%. So this is the answer. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? യെസ്. ഇനി നമ്മളോട് ചോദിച്ചത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി അക്വയർഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ആന്റിബോഡീസ് ഓഫ് ദ ഫീറ്റസ് വയ ദ പ്ലാസെന്റ? അപ്പം അമ്മയുടെ ബോഡിയിൽ ട്രാൻസ്ഫർ ഓഫ് ആന്റിബോഡീസ് ടു ദ ഫീറ്റസ് വയ പ്ലാസെന്റ. അമ്മയുടെ ബോഡിയിലൂടെ കുട്ടിയുടെ ബോഡിയിലേക്ക് ആന്റിബോഡി എത്തുന്നുണ്ട്. ഇൻഫന്റിന്റെ ബോഡിയിലേക്ക് ആന്റിബോഡി എത്തുന്നുണ്ട്. അപ്പം ഫീറ്റസിനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്രീ ആയിട്ട് കിട്ടിയ ആന്റിബോഡിയാണ്. അപ്പൊ അത് ഏത് ടൈപ്പ് ഇമ്മ്യൂണിറ്റിയാണ്? ആക്റ്റീവ് ആണോ പാസീവ് ആണോ? പാസീവ് ആണ്. ശരിയല്ലേ? സോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. എന്താ ആക്റ്റീവിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മളുടെ ബോഡിയിൽ ആന്റിബോഡി പ്രൊഡക്ഷൻ നടക്കണം. ആന്റിബോഡി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എങ്കിൽ ആന്റിബോഡി പ്രൊഡക്ഷൻ ഇൻസൈഡ് അവർ ബോഡി ഒരാളുടെ ബോഡിക്കകത്ത് ആന്റിബോഡി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഈസ് കോൾഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇനി ഫ്രീ ആയിട്ട് കിട്ടുന്ന ആന്റിബോഡി നമ്മളുടെ ബോഡിയിലേക്ക് എത്തുകയാണ്, നമ്മളുടെ ബോഡിയിൽ ആന്റിബോഡി ഉണ്ടാക്കുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. നമുക്ക് ദാനം കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്.
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്ഫർ ഓഫ് ആന്റിബോഡീസ് ടു ദ ഫീറ്റസ് വയ പ്ലാസന്റ. അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് ഫ്രീ ആയിട്ട് ആന്റിബോഡി കൊടുക്കുക. കുട്ടിക്ക് അവിടെ ചെലവുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാക്സിനേഷൻ ഓഫ് ഇൻഫന്റ്. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിസാംഡ് ആയിട്ടുള്ള ഇനാക്റ്റീവ് പാത്തജനെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുക. സോ ദാറ്റ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടാക്കും. ആന്റിബോഡി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതല്ലേടാ ഇവിടെ തന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് പാസീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. ഇനി മാച്ച് ദ കോളം 1 and 2 എന്നാണ് വരുന്നത്. ഹീം എന്ന് പറയുന്നത് നമുക്കറിയാം. ഹീം എന്ന് പറയുന്നത് ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആണ്. ഹീം എന്ന് പറയുന്നത് നമ്മൾ ബയോമോളിക്യൂൾസിൽ ഒരു ചാപ്റ്റർ ചോദ്യമാണിത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ലാസ്റ്റത്തെ ബയോമോളിക്യൂൾസിലെ ലാസ്റ്റ് പാർട്ട് എന്നുള്ള ചോദ്യമാണ്. ഹീം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആണ്. ട്രാൻസിയന്റ് അസോസിയേഷൻ അല്ല എൻസൈമുമായിട്ട് ഉണ്ടായിരിക്കുക. ഇനി NAD എന്ന് പറയുന്നത് എന്താ? NAD ഈസ് എ കോ എൻസൈം. സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? സിങ്ക് ഈസ് എ കോ ഫാക്ടർ. ആൻഡ് നയാസിൻ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ആണ്. സോ B4 ആണ് വരിക. സോറി, A4 ആണ് വരിക, B3 ആണ് വരിക, C1 ആണ് വരിക, D എന്ന് പറയുന്നത് 2 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. നയാസിൻ എന്ന് പറയുന്നത് എന്താ? വൈറ്റമിൻ. ബിനെ നമ്മൾ നയാസിൻ എന്ന് വിളിക്കും. ശരിയല്ലേ? യെസ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ബി ട്രിഗേർഡ് ബൈ ദ റിലീസ് ഓഫ് അസറ്റൈൽ കൊളൈൻ ഇൻ ദ സിനാപ്സ് അറ്റ് ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ. മസിൽ കൺട്രാക്ഷന്റെ സമയത്ത് നമുക്കറിയാം മോട്ടോർ ന്യൂറോൺസ്. ഇതാണ് മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ആ മോട്ടോർ ന്യൂറോൺസിന്റെ ഒരു എൻഡാണ് ഞാൻ ഇവിടെ വലുതാക്കി വരച്ചത്. ഇത് മോട്ടോർ ന്യൂറോൺ ആണ്. അത് എവിടുന്നാ വരുന്നത്? ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിനിൽ നിന്നുമാണ് വരുന്നത്. ആൻഡ് ദിസ് വിൽ ബി കണക്റ്റഡ് ടു എ സ്കെലിറ്റൽ മസിൽ. അപ്പൊ ഒരു സ്കെലിറ്റൽ മസിലാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. സോ ദിസ് വിൽ ബി കണക്റ്റഡ് ടു എ സ്കെലിറ്റൽ മസിൽ. ഇനി ഈ മോട്ടോർ ന്യൂറോണിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ എത്തുന്നതിനനുസരിച്ച് ഇവിടെ അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യും. ഓക്കെ. സോ അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ആണ് ഈ സ്കെലിറ്റൽ മസിലിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് നമ്മളോട് ചോദിച്ചത് വിച്ച് വിൽ നോട്ട് ബി ട്രിഗേർഡ് ബൈ ദ റിലീസ് ഓഫ് അസറ്റൈൽ കൊളൈൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്ക് എന്താ ഉണ്ടാവുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ജനറേഷൻ ഓഫ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ മസിൽസ്. ശരിയല്ലേ? ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. റിലീസ് ഓഫ് കാൽഷ്യം അയോൺസ് ഫ്രം ദ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മൾ മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷനിൽ പഠിക്കുന്നതാണ്. T-tubule എന്ന് പറയുന്ന ഒരു റീജിയണൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തിയാൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ഓപ്പൺഡ് സോ ദാറ്റ് കാൽഷ്യം അയോൺസ് സ്റ്റോർഡ് ഇൻസൈഡ് ദ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് റിലീസ്ഡ് ഔട്ട്സൈഡ്. അല്ലേ? ഓക്കെ. ഇനി ബൈൻഡിങ് ഓഫ് ATP മോളിക്യൂൾസ് ടു ദ മയോസിൻ ഹെഡ്. അതും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്താ പറയാ നമ്മളെ മുകളിൽ അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുന്നു തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? മയോസിന് അതിന്റെ എനർജി ATP ആവുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു അസറ്റൈൽ കൊളൈന്റെ റിലീസ് ബാധിക്കാത്തത് ഓപ്ഷൻ സി ആണ്. ഷിഫ്റ്റിംഗ് ഓഫ് ട്രോപ്പോമയോസിൻ ടു എക്സ്പോസ് ദ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഓൺ ആക്റ്റിൻ ഫിലമെന്റ്സ്. അപ്പം ഓപ്ഷൻ ബിയിൽ പറഞ്ഞതുപോലെ കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പം ട്രോപ്പോണിന്റെ മുകളിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ട്രോപ്പോമയോസിൻ ഡിസ്പ്ലേസ്ഡ് ആവും. സോ ദാറ്റ് ആക്റ്റിന്റെ ഹെഡിന് മയോസിന്റെ ഹെഡിന് ആക്റ്റിനിലേക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിയും. അതെല്ലാം ഈ ഒരു മെക്കാനിസത്തിൽ പെടുന്ന കാര്യമാണ്. ഓപ്ഷൻ സി മാത്രമാണ് ഈ മെക്കാനിസമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്തത്. ATP ബൈൻഡിങ്ങും മയോസിന്റെ ഹെഡിന്റെ എനർജറ്റിക്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ബോട്ടണിയിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. Listed below are the different plant reproductive strategies: parthenocarpy, syngamy, apomixis, and polyembryony.
Which of them can give rise to a clonal progeny having the same genotype as that of mother plant? അപ്പോൾ ഈ 4 മെത്തേഡിൽ ഏത് മെത്തേഡിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് മദർ പ്ലാന്റിന്റെ സെയിം ജീനോടൈപ്പ് ഉള്ള പ്രൊജനിയെ നമുക്ക് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? പാർത്തനോകാർപ്പി, സിംഗമി, എപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി. അതൊന്ന് ജസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് പാർത്തനോകാർപ്പി, രണ്ടാമത് തന്നിട്ടുള്ളത് സിംഗമി, മൂന്നാമത് തന്നിട്ടുള്ളത് എപ്പോമിക്സിസ്, നാലാമത്തേത് പോളിഎംബ്രിയോണി. ഈ 4 മെത്തേഡിൽ ഏതിൽ നിന്നാണ് നമുക്ക് മദർ പ്ലാന്റിന്റെ സെയിം ജീനോടൈപ്പ് ഉണ്ടാവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളതാണ് പാർത്തനോകാർപ്പി. എന്തായിരുന്നു പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്? പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അല്ലെ? അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോം ചെയ്യുന്ന മെത്തേഡാണ് ഏത്? പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? അവിടെ ഫ്രൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഫ്രൂട്ട് ഫോം ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അപ്പൊ അവിടെ സീഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ നോ സീഡ് ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. കാരണം പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് അവിടെ ഫ്രൂട്ട് ആണ് ഉണ്ടാവുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, ശരിയാണ്. പക്ഷെ എന്താണ്? അവിടെ സീഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം നോ പ്രൊജനി ആണ് എന്നുള്ളത്. ദെൻ സിംഗമിയിലേക്ക് വരാം. സിംഗമി എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഫ്യൂഷൻ ഓഫ് ഗമീറ്റുകൾ നടക്കുന്നുണ്ട്. ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. അപ്പൊ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഗമേറ്റ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മദറിൻ്റെതായിട്ടുള്ള ജീനോടൈപ്പ് മാത്രമേ കിട്ടൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ സിംഗമി എന്നുള്ളതും എന്തല്ല? സെയിം ആയിട്ടുള്ള ജീനോടൈപ്പ്, മദർ ജീനോടൈപ്പ് കിട്ടുന്നില്ല എന്ന് പറയാം. ഇനി എപ്പോമിക്സിസിലേക്ക് വന്നേ. എപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഫോം ചെയ്യുന്നതാണ് ഏത്? എപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഫോം ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ടും അതിൽ എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നത് മെറ്റേണൽ ആയിട്ടുള്ള ടിഷ്യൂവിൽ നിന്നും ആയിരിക്കാം. മെറ്റേണൽ സെൽസിലോ ടിഷ്യൂവിൽ നിന്നായിരിക്കും അവിടെ എന്ത് നടക്കുന്നത്? എംബ്രിയോയുടെ ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഇവിടെ മെറ്റേണൽ ഫോം ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ മെറ്റേണൽ ജീനോടൈപ്പും എന്തിന് കിട്ടും? പ്രൊജനിക്ക് കിട്ടും. അപ്പം എപ്പോമിക്സിസ് എന്ന് പറയുന്നത് എന്തിലേക്ക് വരുന്നുണ്ട്? യെസ്, മദറിന്റെ ജീനോടൈപ്പ് തന്നെ പ്രൊജനിയിലേക്ക് എത്തുന്ന ഒരു മെത്തേഡാണ് നമുക്ക് പറയാം. ഇനി പോളി എംബ്രിയോണി. എന്താണ് ഈ പോളി എംബ്രിയോണിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്? യെസ്, മോർ ദാൻ 1 എംബ്രിയോ ഫോം ചെയ്യുന്നതാണ് എന്താ? പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഇനി അത് നടക്കുന്നത് ഈ ന്യൂസെല്ലാർ ടൈപ്പ് ഓഫ് സെൽസ്, ന്യൂസെല്ലാറിൽ നിന്നൊക്കെ ഫോം ചെയ്യുന്ന എംബ്രിയോ ആണെന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്? മദറിന്റെ സെയിം ജീനോടൈപ്പ് തന്നെ കിട്ടാനുള്ള ചാൻസസ് അവിടെ കൂടുതലായിട്ട് പറയാം. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെയാണ്. നോക്കിക്കേ, നമ്മുടെ എപ്പോമിക്സിസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ പോളി എംബ്രിയോണി എന്ന് പറയുന്നതും ഏത് ക്യാരക്ടറിലേക്കാണ് കൂടുതലായിട്ടും വരാനുള്ള ചാൻസ്? യെസ്, മദറിന്റെ ജീനോടൈപ്പിലേക്കാണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഇതേ ക്വസ്റ്റ്യൻ വരെ വരുന്നുണ്ടോ നോക്കിയേ. യെസ്, പാർത്തനോകാർപ്പി അല്ല. അപ്പൊ 1 എന്തായാലും വരില്ല. അപ്പൊ 1 ഉള്ള 2 ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. ബി ആൻഡ് ഡി നമുക്ക് ഒഴിവാക്കാം. യെസ്, ഇവിടെ വന്നിട്ടുള്ളത് പോളി എംബ്രിയോണി, എപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. തേർഡ് ആൻഡ് ഫോർത്ത് വരുന്നുണ്ടോ? യെസ്, തേർഡ് ആൻഡ് ഫോർത്ത് വരുന്നുണ്ട്. ഓപ്ഷൻ എ തന്നെയാണ്. യെസ്, ഇപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്, ഇപ്പൊ പാർത്തനോജെനിസിസ് എന്താണ്? സിംഗമി എന്താണ്? എപ്പോമിക്സിസ് എന്താണ്? പോളി എംബ്രിയോണി എന്താണ്? ഇതിനൊക്കെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. Yes, which of the following produces a dikaryotic phase in basidiomycetes? Yes, question ഇതാണ്. Which of the following produces a dikaryotic phase in basidiomycetes? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ബസിഡിയോമൈസിറ്റ്സിന് ഡൈകാരിയോട്ടിക് ഫേസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്?
ഓപ്ഷൻ എ കാരിയോഗമി, ഓപ്ഷൻ ബി പ്ലാസ്മോഗമി, ഓപ്ഷൻ സി എപ്പോഗമി, ഓപ്ഷൻ ഡി കാരിയോകൈനസിസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ഈ ബെസിഡിയോമൈസിഡ്സ് എന്ന് പറയുന്നത്? യെസ്, ബെസിഡിയോമൈസിഡ്സ് എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഗ്രൂപ്പാണ്. ആ ഫംഗൽ ഗ്രൂപ്പിൽ ഈ ഒരു ഡൈകാരിയോട്ടിക് ഫേസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ബെസിഡിയോമൈസിഡ്സിന്റെയും ആസ്കോമൈസിഡ്സിന്റെയും ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഒരു ഡിലേ വരുന്നുണ്ട്. അതാണ് ഒരു ഡൈകാരിയോട്ടിക് ഫേസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഡൈകാരിയോട്ടിക് ഫേസ്, യെസ്, കാരിയോ മീൻസ് ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഡൈകാരിയോ മീൻസ് 2 ന്യൂക്ലിയസുകളായിട്ട് കാണപ്പെടുന്ന ഒരു ഫേസ്, ഒരു സ്റ്റേജ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? കാരിയോഗമി. മക്കളെ, ഈ കാരിയോഗമി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരിയോ മീൻസ് ന്യൂക്ലിയസ് ആണ്. അപ്പൊ കാരിയോഗമി എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂക്ലിയസുകളുടെ ഫ്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാരിയോഗമി എന്ന് വിളിക്കുക. ദെൻ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പ്ലാസ്മോഗമി മീൻസ് സൈറ്റോപ്ലാസത്തിന്റെ ഫ്യൂഷനാണ് നമുക്ക് പ്ലാസ്മോഗമിയിൽ വരുന്നത്. ദെൻ എപ്പോഗമി. എപ്പോഗമി എന്ന് പറയുന്നത് ഗമറ്റോഫൈറ്റുകളിൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നതാണ്? സ്പോർ ഫോം ചെയ്യുന്നതാണ് എന്ത്? എപ്പോഗമി എന്ന് പറയുന്നത്. ദെൻ കാരിയോകൈനസിസ് എന്നാൽ എന്താണ്? നമ്മൾ സെൽ ഡിവിഷന്റെ സമയത്ത് സൈറ്റോകൈനസിസും കാരിയോകൈനസിസും, ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നതാണ് എന്തിൽ വരുന്നത്? കാരിയോകൈനസിസിൽ വരുന്നത്. അപ്പൊ ഈ താഴെ 4 സ്റ്റേജസ് അല്ലെങ്കിൽ 4 സ്റ്റെപ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റേജസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് കാരിയോഗമി ആവാൻ എന്തായാലും ചാൻസ് ഇല്ല. ദെൻ അപ്പോഗമി ആവില്ല. ദാറ്റ് ഗമറ്റോഫൈറ്റിന് സ്പോർ ഉണ്ടാക്കുന്നതല്ലല്ലോ ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ കൈനസിസ്, കാരിയോകൈനസിസും എന്താവില്ല? ഇല്ല, കാരണം അവിടെ ഡിവിഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഡൈകാരിയോട്ടിക് ഫേസ് ഉണ്ടാവാൻ കൂടുതൽ ചാൻസ്, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവുന്ന ഓപ്ഷൻ എന്ത് തന്നെയാണ്? പ്ലാസ്മോഗമിയാണ്. അപ്പൊ എന്താണ് ഈ പ്ലാസ്മോഗമി? നമുക്ക് നോക്കാം. ഈ ബെസിഡിയോമൈസിഡ്സ് എന്ന് പറയുന്ന ഫംഗസിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫംഗൽ ഹൈഫകൾ ഒരുമിച്ച് വരും. എന്നിട്ട് അതിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഫ്യൂഷൻ മാത്രം അപ്പൊ നടക്കും. അപ്പൊ ഈ സൈറ്റോപ്ലാസം, അതായത് 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഐഫകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് അതിന്റെ സൈറ്റോപ്ലാസം മാത്രം എന്ത് ചെയ്യും? അവിടെ ഫ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ ഇതിനും ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ഈ ഐഫയ്ക്കും എന്തുണ്ടായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവർ 2 കൂടി ചേരുന്ന സമയത്ത് ഇവിടെ സൈറ്റോപ്ലാസം എന്തായിട്ടുണ്ട്? ഫ്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ അവരുടെ 2 ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതാണ് ഈ ഡൈകാരിയോട്ടിക് ഫേസിലായിട്ട് നിൽക്കുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ കിട്ടിയല്ലോ. ഓപ്ഷൻ ബി ആണ് ഇത്, പ്ലാസ്മോഗമി. അതായത് ഈ ബെസിഡിയോമൈസിഡ്സിന്റെയും ആസ്കോമൈസിഡ്സ് എന്ന് പറയുന്ന ഫംഗസുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ഡൈകാരിയോട്ടിക് ഫേസ് ഉണ്ടാവുക എന്നുള്ളത്. അത് കാണപ്പെടുന്നത് ഏതിലൂടെയാണ്? പ്ലാസ്മോഗമിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, during light reaction in chloroplast of tobacco plant, where is the proton gradient generated? വീണ്ടും ഫോട്ടോസിന്തസിസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്ലാന്റ് ഫിസിയോളജിയിൽ ഫോട്ടോസിന്തസിസ് എന്നുള്ള പോർഷന് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളൂ കേട്ടോ. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് പ്രോട്ടോൺ ഗ്രേഡിയന്റ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. അപ്പൊ നമുക്ക് ആ ഫോട്ടോസിന്തസിസിന്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഫോട്ടോസിന്തസിസിന് എത്ര ഫേസ് ഉണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്? 2 ഫേസ്. ഏതൊക്കെയാണ്? ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും, അല്ലെ? ഈ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗ്രാനയിൽ വെച്ചിട്ടും നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടും ആണല്ലോ. അപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ലൈറ്റ് റിയാക്ഷൻ ഇൻ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ടൊബാക്കോ പ്ലാന്റ്, വേർ ഈസ് ദ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ജനറേറ്റഡ്? എവിടെയാണ് പ്രോട്ടോണിന്റെ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നത്? അപ്പം ഇതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ക്ലോറോപ്ലാസ്റ്റില് നമുക്കറിയാം, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്, അല്ലെ? അതായത് 2 ലെയർ ഉണ്ട്. എന്ത്? ക്ലോറോപ്ലാസ്റ്റിന് 2 ലെയേർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ട്. അതിനുള്ളിലുള്ള സ്പേസ് നമ്മൾ സ്ട്രോമ എന്ന് പറയും. തൈലക്കോയിഡ്സും ഗ്രാനയാണ് ജസ്റ്റ് ഞാനൊരു റഫ് ഫിഗർ ആയിട്ട് വരച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സ്ട്രോമയാണ്. ദെൻ തൈലക്കോയിഡ്സും ഗ്രാനയുമാണ് ഉള്ളത്. അപ്പം ഇതില് ATP അല്ലെങ്കിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രോട്ടോണിന്റെ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നത് ആര് തമ്മിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രാനയുടെ ല്യൂമൻ, അതായത് ഗ്രാനയ്ക്കകത്തും അതുപോലെ തന്നെ ഈ സ്ട്രോമയിലുമാണ് എന്ത് ഉണ്ടാവുന്നത്? പ്രോട്ടോണിന്റെ ഗ്രേഡിയന്റ് ഉണ്ടാവുക. അപ്പം ഇത് നമ്മുടെ സ്ട്രോമ, ഈ സ്ട്രോമയ്ക്കും അതുപോലെ തന്നെ ഇതിനകത്തുമാണ് എന്തുണ്ടാകുന്നത്? പ്രോട്ടോണിന്റെ ഗ്രേഡിയന്റ് ഉണ്ടാവുക. അപ്പം സ്ട്രോമയ്ക്കും അതുപോലെ തന്നെ ല്യൂമണിനകത്തും, തൈലക്കോയിഡിന്റെ ല്യൂമണകത്തും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാലോ? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ബിറ്റ്വീൻ സ്ട്രോമ ആൻഡ് ഇന്നർ മെംബ്രെയിൻ സ്പേസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് അല്ല.
സ്ട്രോമയ്ക്കും ഇന്റർമെംബ്രെയിൻ സ്പേസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റിലല്ല, തൈലക്കോയ്ഡ് ലൂമനിലും ഇന്റർമെംബ്രെയിൻ സ്പേസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റിലല്ല, സ്ട്രോമയും തൈലക്കോയ്ഡ് ലൂമൻ ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അടുത്തത് മോർഫോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. In the standard of nomenclature used for depicting floral formula, which type of flower is represented by K5? യെസ്, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? K5 ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? യെസ്, ഈ K5 എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇപ്പം ഫ്ലോറൽ ഫോർമുലയില് സിയും ഉണ്ട് കെയും ഉണ്ട് അല്ലെ. ഈ സി എന്ന് പറയുന്നത് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കൊറോള. കെ എന്ന് പറയുന്നത് ആരെയായിരിക്കും? കാലിക്സ്. കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ് നമ്മൾ പെറ്റൽ എന്ന് വിളിക്കും, കാലിക്സിന്റെ എന്താ വിളിക്കുക? സെപ്പൽ എന്ന് വിളിക്കും. ഇനി കെ എന്ന് എഴുതി വെറും നമ്പർ മാത്രമാണെങ്കിൽ അതെന്താണ്? അവിടുത്തെ സെപ്പൽ അവിടെ ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി K4 എഴുതിയിട്ട് നമ്മൾ അതിനെ രണ്ടാണ് ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതുവാണെങ്കിൽ അതിനർത്ഥം അവിടുത്തെ സെപ്പൽ എന്താണ്? ഫ്യൂസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫ്യൂസ് ചെയ്തിട്ടുള്ള സെപ്പൽ ആണെന്നാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ? ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ K5 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ് മക്കളെ റെപ്രസെന്റ് ചെയ്യുന്നത്? അവിടെ 5 സെപ്പൽ ഉണ്ട്. പക്ഷെ ആ 5 സെപ്പൽ ഫ്രീ ആണോ അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ആയിട്ടാണോ ഉള്ളത്? യെസ്, അത് ഫ്യൂസ്ഡ് ആയിട്ടുള്ള 5 സെപ്പൽ ആണ് തന്നിട്ടുള്ളത്. യെസ്, അപ്പം സെപ്പല് ഫ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? പോളി സെപ്പാലസ് എന്നാണോ അല്ലെങ്കിൽ ഗാമോ സെപ്പാലസ് എന്നാണോ? യെസ്, എന്താ നമ്മൾ വിളിക്കുക? ദാറ്റ് ഈസ് ഗാമോ സെപ്പാലസ്. നമ്മുടെ ആൻസർ എന്താണ്? ഗാമോ സെപ്പാലസ്. ഇനി ഇത് ഫ്രീ ആണെങ്കിൽ എന്താ വിളിക്കുക? പോളി സെപ്പാലസ്. ഇനി കാലിക്സിന് പകരം കൊറോള ആണെങ്കിലോ പോളി പെറ്റാലസും ഗാമോ പെറ്റാലസും. അപ്പൊ പോളി മീൻസ് ഫ്രീ ആണ്, ഗാമോ മീൻസ് ഫ്യൂസ്ഡ് ആണ്. തന്നിരിക്കുന്നത് ഗാമോ സെപ്പാലസ് കണ്ടീഷൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഓപ്ഷൻ സി തന്നെ കിടക്കുന്നുണ്ട്. ഏതാണ്? ഗാമോ സെപ്പാലസ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്, ഗാമോ സെപ്പാലസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Loss of biodiversity occurs due to the growth of carrot grass, Parthenium species. This is an example of, അതായത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് ലോസ് സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? പാർത്തീനിയം സ്പീഷീസിന്റെ ഗ്രോത്ത് കൊണ്ട്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ? അതായത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണോ, കോ എക്സ്റ്റിങ്ഷൻ ആണോ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണോ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണോ? യെസ്, നമുക്കറിയാം ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ ആണ്. കാരണം എന്താണ്? പാർത്തീനിയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് അല്ല, നമ്മൾ മറ്റു രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് അമിതമായിട്ട് വളരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തനതായിട്ട് വളരേണ്ടിയിരുന്ന പല പ്ലാന്റ്സിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് അവിടെ എന്ത് നടക്കുന്നത്? ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നടക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ദെൻ കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസ് നശിച്ചാൽ തൊട്ടടുത്തുള്ള, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്പീഷീസ് നശിക്കുന്നതാണ് എന്ത്? കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ അമിതമായിട്ട് അതിനെ ചൂഷണം ചെയ്യുന്നതാണ്. അതല്ല ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. ദെൻ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ അതുമല്ലല്ലോ. അപ്പൊ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ എന്ന് പറയുന്ന ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ തന്നെയാണ്. ഓക്കെ, സോ 15 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു ബയോളജിയിലുള്ള. അപ്പൊ ഇതുപോലെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. അപ്പൊ എങ്ങനെയാണ് സ്പെസിഫിക്കലി പാറ്റേൺ, ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് ഐസറിന് വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ, നമ്മൾ ഒരു ഗെയിമിൽ ഇറങ്ങുമ്പോൾ ഗെയിമിന്റെ റൂള് മനസ്സിലാക്കിയാലാണ് ആ ഗെയിം അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുക. ശരിയല്ലേ? അതേപോലെ പാറ്റേൺ മനസ്സിലാക്കിയാണ് നിങ്ങൾക്ക് ബെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോ നിങ്ങൾ 2017 തൊട്ടുള്ള 2025 വരെ എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. അതിനുശേഷം അപ്പൊ നിങ്ങൾ ആ പാറ്റേൺ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. ശരിയല്ലേ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ഉണ്ടാക്കുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ഒരു കുട്ടിയുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടി വരിക അല്ലെ.
അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിസ്പറിൽ നിങ്ങൾക്കറിയാം, ഒരു ഐസറിന്റെ അല്ലെങ്കിൽ ഒരു സയൻസ് കരിയറിന്റെ ഒരു എക്കോസിസ്റ്റം ആണ് ക്രിസ്പർ എന്ന് പറയുന്നത്. നമ്മളെ ആളുകൾ, അതായത് ഇപ്പം ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അതുപോലെ എൻ്റെ പോലെ ഐസറിന് പഠിച്ചിറങ്ങിയ അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒളിമ്പിയാഡിന് വന്ന ടൈപ്പ് ചോദ്യങ്ങൾ, KVPY എന്ന് പറയുന്ന പണ്ടൊരു പരീക്ഷ ഉണ്ടായിരുന്നു, ആ പരീക്ഷയിൽ നിന്നായിരുന്നു പണ്ട് ഐസറിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളും 20 മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതി നോക്കുക. ഈ വർഷം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഐസർ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ മലയാളത്തിലുള്ള ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്ക് ഗുണമുണ്ട്, നിങ്ങൾക്ക് എഫക്റ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും, ഫാമിലി ഫ്രണ്ട്സിലേക്കും എല്ലാം എത്തിച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാരണം നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം കൂടുതൽ കമന്റുകളും ലൈക്കുകളും വരുമ്പോൾ മാത്രമേ യൂട്യൂബിന് ഇതൊരു വാല്യുബിൾ കണ്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി നമ്മുടെ എല്ലാ ഐസർ കമ്മ്യൂണിറ്റിയിലും, മലയാളം ഐസർ കമ്മ്യൂണിറ്റിയിലും ഈ വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പം അടുത്തൊരു വീഡിയോ സൊല്യൂഷൻ ആയിട്ട്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.